ഇൻതിഫാദ എന്ന പേരാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മറ്റൊരു വിവാദ ടോപ്പിക്ക്. ഇൻതിഫാദ എന്ന അറബിക് പേരിനർത്ഥം ചെറുത്തുനിൽപ്പ്, അതിജീവന പോരാട്ടം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേര് കേരള സർവകലാശാല അതിൻ്റെ കലോത്സവത്തിന് പേരായി സെലക്ട് ചെയ്യുന്നു, അതവർ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു വിദ്യാർത്ഥി അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. ആ ഹർജിയിൽ വിധി വരുന്നതിന് മുമ്പേ തന്നെ കഴിഞ്ഞ ദിവസം സർവകലാശാല VC അങ്ങനെ ഒരു പേര് ഇടരുത്, അതിനൊരു കാരണമായി അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗത്തിനെതിരെയുള്ള എതിർപ്പിന് കാരണമാകുന്നുണ്ട് ആ പേര് എന്നാണ് VC മോഹൻ കുന്നുമ്മൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പേരിനാണോ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു പേര് ഇടരുത് എന്ന് VC പറയുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്നും കൂടിയാണ് അവസാനമായി നമ്മൾ സംസാരിക്കുന്നത്. സാഹിബ്, എങ്ങനെയാണ് VCയുടെ ഒരു നിലപാടിനെ കാണുന്നത്? ഇതിൽ ഒരു കാര്യം സേഫ്, ഒരു വിദ്യാർത്ഥി കോടതിയിൽ പോയി എന്നവർ അത്ര ലളിതമായി, ഒരു ABVP-കാരൻ കോടതിയിൽ പോയി എന്ന് പറയണം. ഇതിൽ ഈ VC കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഒരു അറബി പേരിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ VCക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുക? ഒരു പരിപാടിക്ക് അറബിയിൽ പേരിടാൻ പാടില്ല എന്ന് വല്ല നിയമം ഇവിടെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ നിലക്കുള്ള പല പരിപാടികൾക്കും പല ഭാഷകളിൽ പേരിടാറുണ്ട്. ഇംഗ്ലീഷിലിടാറുണ്ട്, ഹിന്ദിയിലിടാറുണ്ട്, ഫ്രഞ്ചിലിടാറുണ്ട്, സ്പാനിഷിലിടാറുണ്ട്. സ്പാനിഷ് പേരുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അറബി പേരിട്ടതെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ നമുക്കറിയാലോ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇഷ്ടപ്പെട്ട VC-യാണ്. ഇതാണ് ഇതിൽ അടിസ്ഥാന പ്രശ്നം. അറബി പേര് എന്ന് പറയുമ്പോൾ അറബി പേര് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥത, ആ അസുഖം, അതൊരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ കാരണം എന്ന് നമുക്കറിയാം. ഇവരുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ നടന്നുള്ള പരിപാടികളുടെ പേര് ഞാൻ പരിശോധിച്ച് നോക്കി. ഇപ്പോൾ ഹോഗെ കാമ്യാബ് എന്നുള്ളതാണ് പിന്നെ ഒരു പേര്. കഴിഞ്ഞ 3 വർഷം ഹോഗെ കാമ്യാബ്, പിന്നെ എന്താ പലായനം, ഏകത്വ, ഇങ്ങനെ 3 പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹോഗെ കാമ്യാബ് അത് നമ്മുടെ മലയാളത്തിലുള്ള പദമാണോ? അല്ലല്ലോ. അത് ഹിന്ദി എന്നോ ഉറുദു എന്നോ പറയാവുന്ന ഒരു പദമാണ്. അപ്പോൾ ഇങ്ങനെ പലതരം ഭാഷകൾ പരീക്ഷിക്കുക, വൈവിധ്യങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അത് അറബി വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവും, അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിപ്പോൾ ഗവർണർ പ്രസംഗിച്ച് എന്താണ് ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കലിനെ എന്താണ് പുള്ളി പറഞ്ഞത്? നിലനിൽക്കുന്നതിന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് അതിൽ കുഴപ്പം എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാക്കർത്ഥം കുലുക്കുക, ഷെയ്ക്ക് ഓഫ് എന്ന് പറയാവുന്നതാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഭാഷയിലത് എന്താണ് അപ്രൈസിങ്, സേഫ് പറഞ്ഞ പോലെ അപ്രൈസിങ് എന്നുള്ളതിൻ്റെ ഒരു എക്വിവലൻറ്റ് ടേമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ദുർബലരായ മനുഷ്യർ, താഴ്ത്തപ്പെട്ട മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ കുറിക്കുന്ന ഒരു വാക്കായിട്ട് അതൊരു ഗ്ലോബൽ ഡിക്ഷണറിയിൽ മാറിയിട്ടുണ്ട്. അത് ഇൻതിഫാദ എന്നുള്ളൊരു അറബി വാക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പത്രം BBC അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് അതൊക്കെ അങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇൻതിഫാദ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ എല്ലാ ഭാഷകളിലും ഉപയോഗപ്പെടുത്തപ്പെടുന്ന പദമാകും വിധം ജനകീയത കൈവന്ന ഒരു വാക്കാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ അതിന് ജനകീയത കൈവരാൻ കാരണം? അത് ലോകത്തെങ്ങുമുള്ള വിമോചനം സ്വപ്നം കാണുന്ന മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഒരു വാക്ക് ഒരു വിദ്യാർത്ഥി യൂണിയൻ അവരുടെ കലാസാംസ്കാരിക പരിപാടിക്ക് ഇടുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ, ആ സംഘത്തെ അഭിവാദ്യം ചെയ്യുകയാണ് വേണ്ടത്. കാരണം അവർ ഈ ലോകത്ത് വിമോചനം സ്വപ്നം കാണുന്ന മനുഷ്യർ ഉയർത്തുന്ന ആശയങ്ങളോടും അവരുടെ സ്വപ്നങ്ങളോടും അവരുടെ പദാവലികളോടും താതാത്മ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സല്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭരണവർഗത്തിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു ഇവർ ഈ ഇൻതിഫാദ എന്ന പേരിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന കാര്യം മലയാളികളെല്ലാം അറിയുമായിരുന്നില്ല. ഇവരുടെ ഈ അസഹിഷ്ണുത കാരണം അത് ആ വാക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും കൂടുതൽ പ്രചാരം അതിന് ലഭിക്കാനും കൂടുതൽ ആശയപരമായ ചർച്ചകൾ അതിന്മേൽ നടക്കാനും മാത്രമേ അതുകൊണ്ട് കാരണമാകൂ. അതുകൊണ്ട് ഇവരുടെ നീക്കം വിഡ്ഢികളുടെ നീക്കമായിരുന്നു എന്ന് മാത്രം പറയാൻ പറ്റും.
നിഷാദ്, ഫലസ്തീനികൾ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ തുല്യതയില്ലാത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു പേര് കണ്ടെത്തിയതിൻ്റെ സ്വീകരിച്ച വിദ്യാർത്ഥി സംഘടനയുടെ നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ എതിർപ്പിൻ്റെ വഴികളെ രീതികളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അല്ല, ഉറപ്പായിട്ടും നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ ഇന്തിഫാദ എന്നൊരു പേരിട്ടുകൊണ്ട് ഒരു കലാമേള സംഘടിപ്പിക്കണമെന്ന് അവർക്ക് തോന്നുന്ന അവരുടെ പൊളിറ്റിക്കൽ ബോധ്യത്തെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ഒന്നാണ്. കാരണം VC പറഞ്ഞ പോലെ ഇത് കലാപ്രവർത്തനമാണ്. കലാപ്രവർത്തനത്തിൽ രാഷ്ട്രീയമൊന്നും പാടില്ല. കല എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ളതായിരിക്കണം. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സംഗതിയൊന്നും പാടില്ല എന്നൊക്കെ പറയുന്ന ബുദ്ധിശൂന്യത പോലെയല്ല. കല എന്നത് കലയിലൂടെയും കടന്നു വന്ന രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്തെ ചലിപ്പിക്കുകയും ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കലയിൽ രാഷ്ട്രീയമേ പാടില്ല എന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യമായ വാദമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണം, നിങ്ങൾ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നത്, ഒരു വിഭാഗത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ ശബ്ദം ഉയർത്തുന്ന ഒരു അംശം ഈ പേരിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് പറ്റില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു യുക്തി എന്താണ്? ഒരു വിഭാഗത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ലോകത്തിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രതിഷേധങ്ങൾക്ക് ഒരു വിഭാഗത്തിനെതിരെ പ്രതിഷേധിക്കലാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഈ VC ഉണ്ടായിരുന്ന അദ്ദേഹം പറയാം, ക്വിറ്റ് ഇന്ത്യ എന്നുള്ള പേര് പറ്റില്ല, അതൊരു വിഭാഗത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ അവരോട് വിട്ടുപോകാൻ പറയുന്നതിൻ്റെ സൂചനയാണ്, നടക്കില്ല എന്ന് പറയുന്നതിന് ആ യുക്തി ഇതിനകത്തുള്ളൂ. ഇന്തിഫാദ എന്നുള്ള പേരിൻ്റെ മീനിങ് പ്രൊട്ടസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, കലയിൽ പാടില്ല രാഷ്ട്രീയം. കലയിൽ രാഷ്ട്രീയത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതാവണം. ഒരുമിപ്പിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ദുർബലരായ മുഴുവൻ മനുഷ്യർ, നന്മ സ്വപ്നം കാണുന്ന മനുഷ്യർ, ദുർബലരുടെ വിമോചനം സ്വപ്നം കാണുന്ന മനുഷ്യർ, അവരുടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പേര് ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും മാനവികത എന്ന ആശയത്തിന്മേൽ ഒരുമിക്കൂ എന്നല്ല ഈ പേര് പറയുന്നത്. അല്ലാതെ എന്താണ് അവിടെ പട്ടാളക്കാരെയും അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെയും കൂടെ ഒരുമിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് അയാൾ സ്വപ്നം കാണുന്നത്. എനിക്കതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്കൊരു പ്രധാന സംഗതി ഇതിനകത്ത് തോന്നിയത്, ഒരു നോക്കൂ, ABVP-ക്കാർ കൊടുക്കുന്ന പരാതിയുടെ ഉദ്ദേശം നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം. ഒന്നാമത് അവർക്ക് അറബി പേരൊട്ടും ഡൈജസ്റ്റിംഗ് ആയിരിക്കില്ല. രണ്ടാമത്തത് കേരള സർവകലാശാലയിലെ യൂണിയൻ നടത്തുമ്പോൾ അവരെ ഫലസ്തീൻ പോലൊരു കോഴ്സ് എടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. പക്ഷേ ആ പരാതി കോടതി സ്വീകരിക്കുകയാണ്. ഫയലിൽ സ്വീകരിച്ച് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇതിനകത്ത് വല്ല ടെറർ ലിങ്കോൺ എന്നൊക്കെയുള്ള ആക്ഷേപം വെച്ചിട്ടാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്മേൽ നോട്ടീസ് അയക്കാനൊക്കെ കോടതി തുടങ്ങിയാൽ നോക്കൂ, ഇപ്പോൾ ഇന്തിഫാദ എന്താണ് എന്ന്, എന്താണ് ഫലസ്തീൻ പ്രൊട്ടസ്റ്റ് എന്ന്, എന്താണ് ഫലസ്തീൻ ഇസ്രായേൽ ക്ലാഷ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ 150 ദിവസം കൊണ്ട് കോടതിക്കും മനസ്സിലായിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഈ പേര് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ആക്ഷനാണ്, ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഇന്തിഫാദ ഇത് തീവ്രവാദമല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു ജഡ്ജിക്ക് കഴിയില്ലേ? ഇല്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ എല്ലാ വിചിത്രമായ എല്ലാ ദുരുദ്ദേശ ഹർജികളെയും സ്വീകരിക്കുകയും അതിനുമേൽ പിന്നീട് തുടർ നടപടികളിലേക്ക് കോടതികൾ കടക്കുന്നതും അങ്ങേറ്റ അപകടകരമായ ഒരു കാര്യം. കോടതിക്ക് വെറുതെ സെർച്ച് ചെയ്താൽ മതിയില്ല. ലോകത്തെമ്പാടും നടക്കുന്നത്, അമേരിക്കയിൽ ഇന്തിഫാദ എന്നുള്ള തലക്കെട്ട് വെച്ച് അവിടെ വലിയ പ്രൊട്ടസ്റ്റ് കാണുന്നില്ലേ? ബ്രിട്ടൻ, ഇവരൊക്കെ ഇസ്രായേലിന് നേടി കൊടുക്കുന്നവരാണ്. അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിൽ പോലും സ്വീകരിച്ചിട്ടുള്ള പേരുകൾ ഇന്തിഫാദ എന്നാണ്. അവിടെ ഇന്തിഫാദ എന്നുള്ള പേര് ഈ രാജ്യത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമേരിക്കൻ സർക്കാരോ ബ്രിട്ടീഷ് ഗവൺമെൻറ്റോ ആയാലും അവർക്കെതിരെ നടപടി എടുത്തില്ല. ഓക്കെ, അവർ പ്രൊട്ടസ്റ്റുകൾക്കെതിരാണ്. പക്ഷേ ഈ പേര് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഗുരുതരമായ ചാർജൊന്നും എവിടെ ഇട്ടിട്ടില്ല. ലോകത്തെമ്പാടും നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിൽ ഇന്തിഫാദ എന്നുള്ള പേര് ഉപയോഗിക്കുന്നു. ലോകത്തെമ്പാടും പലതരം മൂവ്മെൻറ്റുകൾക്ക് പലതരത്തിലുള്ള ഇല്ലസ്ട്രേഷനുകൾക്കൊക്കെ ഇന്തിഫാദ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു അസഹിഷ്ണുത നമുക്ക് തോന്നുകയാണ്. നമ്മുടെ കോടതിക്ക് ഇതൊക്കെ എന്തോ ഗൗരവപ്പെട്ട ഒരുതരം ഹർജിയാണെന്ന് തോന്നുകയാണ്. അതിനുമേൽ തുടർ നടപടി എടുക്കുകയാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ കാണേണ്ട കുഴപ്പം. VC-യുടെ കാര്യം പറഞ്ഞാൽ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്തിഫാദ ഗുരുതരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC അതിന് താഴെ ഒപ്പിടാൻ ബാധ്യതപ്പെട്ടയാളാണ്. അതിനേക്കാൾ ഗുരുതരമാണെന്ന് എഴുതുകയും ഒരു വിഭാഗത്തിനെതിരെ, ഇസ്രായേലിനെ വേദനിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന VC പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ വേദനിപ്പിക്കുന്ന പേര് എവിടെയും വരാൻ പാടില്ല എന്ന തിട്ടൂരം വന്നു കഴിഞ്ഞിട്ട് ഈ പേര് സ്വീകരിക്കുന്നതിലുണ്ട് രാഷ്ട്രീയം, ആ പേര് വേണ്ട എന്ന് പറയുന്നതിലുണ്ട് വേറെ ഒരു രാഷ്ട്രീയം എന്ന് തെളിഞ്ഞു. എന്തായാലും ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു, എല്ലാവരും അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ആ നിലയ്ക്കുള്ള ഗുണം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ അപ്പോൾ ഇന്തിഫാദ എന്ന പേരാണ് പ്രശ്നം. ABVP-ക്കാരൻ്റെ രാഷ്ട്രീയം, ഗവർണറുടെ രാഷ്ട്രീയം, അപ്പം VC-യുടെ എതിർപ്പും മനസ്സിലിരിപ്പും ഒക്കെ വ്യക്തമാണ്. പക്ഷേ കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചത് തന്നെ അങ്ങേയറ്റം നിരാശാജനകമായ കാര്യമാണ്. ഇനി ഇതിനകത്ത് എന്ത് ഉത്തരവ്, എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.